പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അൾത്താരയിൽ സാക്ഷിയാവാൻ സാധിച്ചതിനെ ഓർത്ത് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു. ഞാൻ മണിമല ഫൊറോന കരിമ്പനക്കുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ UK-യിൽ നിന്നാണ് ലീവിന് വന്നിരിക്കുന്നത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം തന്നെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അത് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2022 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു. കാരണം എൻ്റെ ഫാമിലി ഒപ്പം ഇല്ലായിരുന്നതിനാൽ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. പക്ഷേ മുന്നോട്ട് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നതിനെ പറ്റി എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ലായിരുന്നു. ആദ്യം തന്നെ എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാലും അതിൽ എനിക്ക് ഒരു പോസിറ്റീവ് സമീപനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താകും മുന്നോട്ടെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിൽ നിൽക്കുന്നതിനോടും താല്പര്യമില്ല. നാട്ടിൽ നമുക്ക് അറിയാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ അമ്മയോട് അപേക്ഷിച്ചു. ആദ്യം തന്നെ അമ്മ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അമ്മ എനിക്ക് കാണിച്ചു തരണം. ഇനി നാട്ടിലാണോ നിൽക്കേണ്ടത്, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കണം. ആ ഉടമ്പടിയുടെ നിയോഗം ഞാൻ ഉടമ്പടി എടുക്കുന്നത് തന്നെ കുവൈറ്റിൽ ഏകദേശം ഒരു 2:30 രാത്രി മണിയിലാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ടൈം 5 മണിയായി കാണും. ആ ഒരു ഉടമ്പടിയോട് രണ്ടാമത്തെ നിയോഗമായിട്ട് എടുക്കുന്നത്, ഞാൻ 2 നിയോഗങ്ങൾ ഒന്നിച്ച് പറയാൻ കാര്യം രണ്ടും എനിക്ക് ഒന്നിച്ച് സാധിച്ചത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് ഞാൻ എടുത്തത് എൻ്റെ അനിയത്തി. അവൾ 2-3 പ്രാവശ്യമായിട്ട് IELTS എഴുതുന്നു. കാനഡയ്ക്ക് പോകാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു കിട്ടത്തില്ല. 2 പ്രാവശ്യം എഴുതി. 3-ാമത്തെ പ്രാവശ്യം ആകുമ്പോഴും ഇനി ഞങ്ങളാരും അതിനെ എൻകറേജ് ചെയ്തില്ല. പക്ഷേ അവൾ ഞങ്ങളോട് ആരോടും പറയാതെ തന്നെ ഒരു ഡേറ്റ് എടുത്തു. എങ്കിൽ പോലും എക്സാമിൻ്റെ ദിവസം ഞങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസം എനിക്ക് എക്സാം ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സിലത് വിചാരിച്ചില്ല. എങ്കിലും ഉടമ്പടിയിൽ ഞാൻ രണ്ടാമതായിട്ടിട്ട നിയോഗം അനിയത്തിക്ക് നല്ലൊരു ഭാവി വരണം, എവിടെയെങ്കിലും നല്ലതായിട്ട് സെറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇട്ട് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. കൺഫർമേഷൻ മെയിൽ വന്നു. അത് ഞാൻ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഇമെയിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് കാണുന്നത് വാട്സപ്പിൽ എൻ്റെ അനുജത്തി എനിക്ക് മെസ്സേജ് വിട്ടു, ചേച്ചി എനിക്ക് IELTS കിട്ടി, കാനഡ സ്കോർ തന്നെയാണ് കിട്ടിയേക്കുന്നതെന്നായിരുന്നു. അതിലെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സെക്കൻഡായിട്ടാണ് എനിക്ക് ഇമെയിൽ വരുന്നത്. അപ്പം അത് എൻ്റെ 1-ാമത്തെ സാക്ഷിയാണ്. ഇപ്പോൾ അവൾ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിലാണ് വർക്ക് ചെയ്യുന്നതോടൊപ്പം പഠിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യമായിരുന്നു ഇനി എന്താണ് എൻ്റെ മുന്നോട്ടുള്ളത്. സെക്കൻഡ് ഡേയിൽ അനിയത്തിയുടെ റിസൾട്ടൊക്കെ ഞങ്ങൾ തമ്മിൽ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്താ അവൾക്ക് കിട്ടിയല്ലോ, അപ്പോൾ എനിക്കും കിട്ടുമായിരിക്കുമല്ലോ, നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോഴും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് യൂറോപ്പിലേക്കൊന്നും പോകണ്ട, നമുക്ക് നാട്ടിൽ നിൽക്കാം, അവിടെ ഒന്നും പോയാൽ തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു. എന്നാലും എനിക്കൊരു താല്പര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏകദേശം പറഞ്ഞാൽ എന്നാൽ നീ ഒന്ന് പഠിച്ചോ, നമുക്ക് നോക്കാം, ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, ഒരാൾ സപ്പോർട്ടില്ലാതെ എങ്ങനെയാണ് പഠിക്കുന്നത്. എന്നാൽ പിന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. ഞാൻ എൻ്റെ അമ്മ കൃപാസന മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇന്നടത്ത് പോകണമെന്നൊന്നുമില്ല, എങ്കിലും നിനക്ക് എന്താണോ ആഗ്രഹം അത് എനിക്കൊന്ന് സാധിച്ചു തരൂ അമ്മയെന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു. ഹസ്ബൻഡ് എന്നെ തിരിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം ആലോചിച്ചു, നീ പറഞ്ഞ് ശരിയാണ്, നമുക്കിപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ, നമുക്ക് പോയിട്ട് വരാം, കുഴപ്പമില്ല, നീ തന്നെ പഠിച്ചു എന്ന് പറഞ്ഞ് പുള്ളി തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേയിൽ അഡ്മിഷനും എടുത്ത് തന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടോടുകൂടി എന്നോട് നിന്നു. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഉടമ്പടി എടുത്തതുകൊണ്ട് മാതാവ് തന്നതാണ്, ഇങ്ങനെ ഒരു പോസിറ്റീവ് സമീപനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു, ഇത്രയും വർഷം നമ്മൾ തമ്മിൽ ചിന്തിച്ചിട്ടും ഇങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമായിരിക്കും എനിക്കും ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാര്യം. അന്നു മുതൽ എന്നും എന്നോടൊപ്പം മാതാവിൻ്റെ കാര്യങ്ങളിൽ എന്നേക്കാൾ കൂടുതൽ വാചാലനായി എല്ലാവരോടും മാതാവിനെ പറ്റി സംസാരിക്കാനും ആത്മീയ കാര്യങ്ങളിൽ എന്നോടൊപ്പം എപ്പോഴും ഇടവക കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലും എന്നോടൊപ്പം നിൽക്കാനും എല്ലാം കൂടുതൽ സപ്പോർട്ടോടുകൂടി നിന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് മാതാവിന് ഞങ്ങളെ കൂടുതലായി ആത്മീയമായി വളർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ OET എഴുതി. OETയുടെ പീരീഡിൽ തന്നെയാണ് എനിക്കിവിടെ ഉടമ്പടിയുടെ 90 ദിവസവും OETയുടെ 90 ദിവസവും എനിക്ക് ഒരേപോലെയായിരുന്നു ക്ലാസ് ടൈം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉടമ്പടിയുടെ ചിട്ടകളും ഒപ്പം തന്നെ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഇയറിലെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഞങ്ങൾ 2 പേരും വളരെയേറെ ഒരു അനുഭവമായിരുന്നു ആ ജപമാല റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഉയർത്തുന്നു. ആ സാക്ഷ്യത്തിലൂടെയാണ് മാതാവ് എന്നെ ഇത്രയേറെ ഉയർത്തിയതെന്നും ഞാൻ മാതാവിന് നന്ദി പറയുന്നതിൽ എന്നെ പങ്കാളിയാക്കാൻ സാധിച്ചതിന്. പിന്നീട് ഇപ്പം ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, മാതാവ് എനിക്ക് ഇന്ന രാജ്യത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല, നിനക്ക് എവിടെയാണോ എന്നെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാകുന്നത് അവിടേക്കുള്ള സ്കോർ എനിക്ക് തന്നാൽ മതി. മാതാവ് എനിക്ക് UK സ്കോർ തന്നെ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് ലാസ്റ്റ് മെയ് 25 ഞാൻ UK പോയി.
ഇപ്പം ഞാൻ വന്നേക്കുന്നത് വരാനുള്ള കാരണം തന്നെ മാതാവിൻ്റെ അടുത്ത് എനിക്ക് പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഇപ്പോൾ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം. ഒപ്പം തന്നെ എൻ്റെ ഫാമിലിയെ ഒപ്പം കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒത്തിരി ഈ 24-ാം തീയതി ഞങ്ങൾ എല്ലാവരും UK യിലേക്ക് പോവുകയാണ്. മാതാവിനതിനായി ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾക്ക് 1.5 വയസ്സും ഒരാൾക്ക് 7 വയസ്സും. 1.5 വയസ്സുള്ള ഉണ്ടായി ഒരു 2 മാസം തൊട്ട് മുതൽ അവൾക്ക് ഒരു കാലിന് 2 കാലിൻ്റെയും ഉള്ളം കാലിൽ ചോറിച്ചിലുണ്ട്. കുഞ്ഞിന് പറയാൻ അറിയത്തില്ല, പക്ഷേ എപ്പോഴും ഉറക്കുമ്പോഴും എല്ലാം കാല് 2ഉം കൈ പിടിച്ചാണ് ഉറങ്ങുന്നത്. എപ്പോഴും കാലയിൽ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പീഡിയാട്രിഷ്യനെ കാണിച്ചു, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. അവരൊന്നും പറയുന്ന കുഞ്ഞിനൊന്നും കാണാനില്ല, ഒന്നുമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ ഈ അവസ്ഥ നമുക്കറിയാം. ഉറങ്ങുന്നില്ല, കയ്യിൽ എപ്പോഴും കാലാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറിയില്ല എന്നാ ചെയ്യണമെന്നുള്ളത്. ഞാൻ കുവൈറ്റിലായിരുന്നു. കുഞ്ഞിന് 2.5 മാസമുള്ളപ്പോൾ ഞാൻ വീണ്ടും പോയതാണ്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മിയുടെ കയ്യിൽ തേനും ഉപ്പും ഉണ്ടായിരുന്നു. മമ്മി എന്നും ഞാൻ ഉടമ്പടിയിൽ ഇതിടുകയും ചെയ്തു. ഒപ്പം തന്നെ എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞ്, മമ്മി എന്നും ഉപ്പിട്ട വെള്ളം, മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളത്തിൽ കാല് കഴുകി തേൻ പുരട്ടിയാണ് അവളെ ഉറക്കിയത്. ഞാൻ തിരിച്ചു വരുമ്പോൾ 5 മാസമുള്ളപ്പോൾ ഞാൻ തിരിച്ചെത്തി, റിസൈൻ ചെയ്ത്. അപ്പോൾ വരുമ്പോൾ എൻ്റെ കുഞ്ഞിന് യാതൊരു അസ്വസ്ഥതയില്ല. അതുവരെ വിളിക്കുമ്പോഴെല്ലാം മമ്മി പറയും, ഈ ഒരു അസ്വസ്ഥതയുണ്ട്, എന്നാന്ന് മനസ്സിലാവുന്നില്ല. അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. പിന്നെ 4മതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മദർ-ഇൻ-ലോയാണ്. മദർ-ഇൻ-ലോയ്ക്ക് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ല് തേയ്മാനം ആണ് എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് 1-2 വീഴുകയൊക്കെ ചെയ്തു. നടുവിന് വേദനയുണ്ട്. പക്ഷേ ഞാൻ 1-2 പ്രാവശ്യം ബെഡ് റെസ്റ്റും എടുത്തു. ഞാൻ കുവൈറ്റിൽ നിന്ന് വന്ന് OET പഠിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് നടുവിന് വേദന വരുന്നത്. എൻ്റെ OET പഠിക്കുമല്ലോ എന്ന് വിചാരിച്ച് അമ്മയൊന്നും മിണ്ടിയില്ല. എങ്കിലും നമുക്ക് കാണാം, കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹനം, വേദനയുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 3-4 ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. ആയുർവേദവും അല്ലാതെയും എല്ലാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്, പ്രായമായില്ലേ, ഇനിയിപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും അങ്ങനെ പറയുന്നത്. എങ്കിലും പ്രായമായെങ്കിലും ഈ വേദന എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് നമ്മൾ ഓർത്തു. കാണുമ്പോൾ സങ്കടം വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഉടമ്പടിയുടെ പീരീഡായിരുന്നു. എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും പങ്കെടുക്കുമ്പോൾ ജോസഫ് അച്ഛൻ്റെ ലാസ്റ്റത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ അമ്മച്ചേരിയുടെ തോടി ചെല്ലും. കിടക്കുന്ന സമയത്ത് ഉടമ്പടി തൈലം വയറിലും നടുവിലും വെച്ച് പ്രാർത്ഥിക്കും. ഒത്തിരി വേദന വരുന്ന സമയത്തെല്ലാം അമ്മയുടെ കാശുരൂപവും സമീപത്ത് തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയും കൂടെ എന്നോടൊപ്പം കൂടി. കൊച്ചെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് എന്നിങ്ങനെ എപ്പോഴും എന്നോട് പറയും. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ലാസ്റ്റായിട്ട് ഇനി ഒരു ഹോസ്പിറ്റലും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വീണ്ടും മാർസ്ലീവായിൽ പോയി, പാലായിൽ. അവിടെ പോയി ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചെന്നപ്പോഴേ പറഞ്ഞു, നിങ്ങൾക്ക് UK പോകണം, അമ്മയെ നിങ്ങൾക്ക് എഴുന്നേപ്പിച്ച് നടത്തണമല്ലേ ചോദിച്ചു. അതേ ഡോക്ടറെ എന്ന് പറഞ്ഞു. കുഴപ്പമില്ലാതെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. MRI സ്കാനും എല്ലാം ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഡോക്ടർ പറഞ്ഞു, വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കണ്ട, ഒരു 3 മാസം റെസ്റ്റ് എടുക്കാവോ എന്ന് ചോദിച്ചു. ഒരു 3 മാസത്തെ അമ്മയെ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു. അമ്മയെ ഞാൻ നോക്കുന്നതോടൊപ്പം ആത്മീയ കാര്യങ്ങളിൽ ഞാൻ അമ്മയും സമർപ്പിച്ചു. ആ കൂടത്തിൽ തന്നെ ആശ്രയഭവനുകൾ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്തു ഞാനും ഹസ്ബൻഡും. അമ്മയെ 3 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ വീൽ ചെയറിലായിരുന്നു. ജസ്റ്റ് ബാത്റൂമിൽ മാത്രം പോകാൻ വേണ്ടി എണീറ്റു. അങ്ങനെ നോക്കി അമ്മ ഇപ്പം ഞാൻ പറഞ്ഞിപ്പം അമ്മ തന്നെത്താനെ എല്ലാ കാര്യങ്ങളും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ എഴുന്നേറ്റു. ചെറിയൊരു ബെൽറ്റ് ഉണ്ട്. അല്ലാതെ യാതൊരുവിധ വേദനകളോ കാര്യങ്ങളോ ഇല്ലാതെ സ്വന്തമായ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് മെയ്യിൽ ഞാൻ പറഞ്ഞ UK പോവുകയായിരുന്നു. 22-ാം തീയതിയാണ് ഞാൻ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയത്. ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ മൂത്ത മോളിലേക്ക് ശ്രദ്ധ പതിക്കാൻ പറ്റിയില്ല. അവൾക്ക് പെട്ടെന്നൊരു വയറിളക്കവും ഛർദിയും വന്നു. കുറേ പേപ്പർ വർക്കിലെല്ലാം ഞങ്ങൾ 2 പേരും ബിസിയായി പോയി. കുഞ്ഞ് പറഞ്ഞു ലൂസ് മോഷൻ ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. ഞാൻ ചെറിയ രീതിയിൽ എൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. കൊച്ചല്ലേ എന്തെങ്കിലും ഫുഡിൻ്റെ ആയിരിക്കുമെന്ന് വെച്ച്. അത് കഴിഞ്ഞ് പനി കൂടി. ഞങ്ങളെന്നാൽ വൈകിട്ട് ഹോസ്പിറ്റലിൽ, ഒരു വൈകുന്നേരമായി, എന്നാൽ ഇന്നൂടെ നോക്കി നാളെ കൊണ്ടാകാമെന്ന് വെച്ചു. ഒരു രാത്രി 10:30 കാണും. കൊച്ചനെ ബാത്റൂമിൽ ചെന്നിട്ട് വിളിച്ചു, അമ്മയെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, എനിക്കൊന്നും വയ്യ, എനിക്ക് എന്തോ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. 7 വയസ്സേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് വേദന. ഞാൻ പറഞ്ഞു, എനിക്ക് മോളെ എന്നാ പറ്റിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊച്ചങ്ങ് പെട്ടെന്ന് ഒരു ബോഡി, എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ലൂസ് മോഷനായി. ഇലക്ട്രോലൈറ്റ്സ് എല്ലാം തീർന്നു. അങ്ങനെ ലൂസ് മോഷനായി വീക്കായി പോയതാണ്. ആൾ ഒരു സ്റ്റിഫ് മോഡലായി വന്നു. ഞാൻ പേടിച്ച് കാറിക്കൊണ്ട് ഹസ്ബൻഡിനോട് പെട്ടെന്ന് വണ്ടി എടുക്കുക, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇട്ട ഡ്രസ്സിൽ ഒരു ചെരുപ്പ് പോലും എടുക്കാതെ അവളെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് എൻ്റെ കൃപാസനം മാതാവിൻ്റെ കാശുരൂപം പോലും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും അവളോട് ഞാൻ പറഞ്ഞു, മോനെ കൃപാസനം അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നും പറ്റില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിഫായി ഒരു സെക്കൻഡിനുള്ളിൽ വീണ്ടും അവൾ റിവേർട്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക്, ഞാൻ വണ്ടിയെ കയറുന്ന സമയത്ത് വീണ്ടും
ഒരു പ്രാവശ്യവും കൂടി ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ കൃപാസന മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തോണേ എന്ന് പറഞ്ഞു. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, അവൾക്ക് നന്നായിട്ട് ഇപ്പം അമ്മയെപ്പറ്റി അറിയാം, എൻ്റെ ഒപ്പം തിരികെത്തിക്കാനും എല്ലാത്തിനും കൂടും. അങ്ങനെ അവൾ പറഞ്ഞു, അവൾ ഉറക്കെ, ഞങ്ങൾ 2 പേരും 3 പേരും ഉറക്കെ വിളിച്ച് പറയുകയാണ്, കൃപാസന മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിന് ഇനി ഫിറ്റ്സ് വല്ലതും വന്നതാണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി വണ്ടിയെ വെച്ച് ഈ കുഞ്ഞിനിങ്ങനെ പിന്നെയായാൽ ഞാൻ എന്ത് ചെയ്യും? രാത്രി 10-11 മണിയാണ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ ഒരു നേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഡോക്ടറിനും. എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം ധൈര്യം ഉണ്ടാവുമെന്ന്. ആ ഒരു അവസ്ഥയിൽ മാതാവിനെ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, മാതാവേ അടുത്ത ഹോസ്പിറ്റലിൽ വരെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ എത്തിക്കണേ. ഞങ്ങൾ 3 പേരും വിശ്വാസപ്രമാണം ഉറക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ കൃപാസന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ എനിക്ക് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് നാളെ കഴിഞ്ഞ് പോകാനെന്ന് പറഞ്ഞു. എനിക്കത് പറ്റിയില്ല. കാരണം കൊച്ച് 3 ദിവസം അഡ്മിറ്റാക്കി. എനിവേ പിന്നീട് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു ഫ്ലൂയിഡ് ഇട്ടപ്പോൾ കുഞ്ഞ് ഓക്കെ ആയി. ആൻറ്റിബയോട്ടിക് എടുത്തു. അവൾക്ക് വയറുകടിയായിരുന്നു, തെളിഞ്ഞു. യാതൊരു പ്രശ്നമില്ലാതെ കുഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജായി വന്നു. ഒത്തിരി എൻ്റെ അമ്മയ്ക്കും മാതാവിനും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കൂടുതലായി പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് നയിക്കാനും ആരെന്ത് പ്രശ്നം വന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാനുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് അമ്മ എനിക്ക് തന്നത്. ഒരുപാട് പേര് എന്നോട് ഇപ്പോൾ UK നിന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു, അമ്മയോട് ഞങ്ങളുടെ കാര്യം പറയണേ, പത്രം വാങ്ങിച്ചുകൊണ്ട് വരണേ, ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണേ, എല്ലാം പറഞ്ഞ് എല്ലാവരോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു.